ഹായ് ഹലോ, ഇതെൻ്റെ പുതിയ ചാനലാണ്. സ്കേറി മിസ്റ്ററീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ പ്രേതകഥകൾ കേൾക്കുവാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണിത്. ഞാനും അതിലൊരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണമായതും. അപ്പം നമ്മുടെ ഹൊറർ സ്റ്റോറീസ് ഫാൻസായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കഥകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കഥയിലേക്ക് പോവുകയല്ലേ. ഈ അനുഭവം നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. കുറച്ച് വർഷങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചേറെ വർഷങ്ങളായി. ഞാനന്ന് ജോലി ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. എന്നോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടുകാരിയാണ് ഈ ഒരു അനുഭവം എന്നോട് പങ്കുവെക്കുന്നത്. ഈ ഒരു കൂട്ടുകാരിയും അവളുടെ ഭർത്താവും ലവ് മാരേജ് ആയിരുന്നു. പോരാതെ ഇൻ്റർ കാസ്റ്റ് മാരേജും. പിന്നെ പറയണ്ടല്ലോ പുകില്. ആദ്യമൊക്കെ വീട്ടുകാർ അമ്പിനും വില്ലിലും അടുക്കാത്ത രീതിയിലായിരുന്നു. പിന്നെ ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ അവർ അടിയറവ് പറയാതിരിക്കുമോ. അങ്ങനെ 7 വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് അവരുടെ കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വീട് വരുന്നത് നമ്മുടെ കോട്ടയത്താണ്, ഭർത്താവിൻ്റെ വീട് വരുന്നത് പാലക്കാടുമാണ്. അപ്പോൾ തന്നെ അറിയാലോ, രണ്ടും 2 ധ്രുവങ്ങളിലാണ്. പിന്നെ ഇവരെങ്ങനെ കണ്ടുമുട്ടിയെന്നായിരിക്കും. കാരണമുണ്ട് കേട്ടോ. രണ്ടാളും എറണാകുളത്താണ് വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഒരു കമ്പനിയിൽ ഒരുമിച്ചാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. കല്യാണം കഴിഞ്ഞ് ഇവർ എറണാകുളത്ത് തന്നെ ഒരു വാടക വീടെടുത്താണ് താമസിച്ചിരുന്നത്. കാരണം വീട്ടിൽ പോയി വരിക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ പ്രഗ്നൻ്റ് ആയ സമയം അവർ എറണാകുളത്ത് തന്നെ ചമ്പക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുതിയൊരു വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി രാത്രി ഒരു 8-8:30 തിരിച്ചെത്തുമായിരുന്നു. അയൽവക്കത്തൊക്കെ വീടുകളുണ്ട്. പക്ഷേ വീടിൻ്റെ മുൻപിൽ ഒരു കനാലാണ്. അത് കഴിഞ്ഞാണ് കുറച്ച് വീടുകളുള്ളത്. ഈ കനാലെന്ന് പറയുമ്പോൾ അതിൽ വെള്ളം നിറയുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിലും അവർ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു 7-7:30 ആകുന്നു. ആ സമയത്ത് അവൾ അടുക്കളയിൽ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തട്ടുന്ന സൗണ്ട് കേട്ടത്. ലച്ചു എന്നുള്ള വിളിയും അവൾ കേട്ടു. യഥാർത്ഥത്തിൽ അവളുടെ പേര് ലക്ഷ്മി, ശരിക്കുള്ള പേരല്ല കേട്ടോ. അവളെ ലച്ചു എന്ന് വിളിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് മാത്രമാണ്. പക്ഷേ ഈ സമയത്ത് അയൽവക്കത്തെ വീടുകളിൽ നിന്ന് ആരും അവളെ ലച്ചു എന്ന് വിളിച്ച് വരില്ല എന്ന് അവൾക്കറിയാം. ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അവൾ വാതിൽ തുറക്കാനായിട്ട് മടിച്ചില്ല. പക്ഷെ സമയം നോക്കിയപ്പോൾ 7:30 ആവുന്നതേ ഉള്ളൂ. വളരെ നേരത്തെയാണ്. എന്നാലും സൗണ്ട് കേട്ടതല്ലേ, അവൾ പോയി വാതിൽ തുറന്നു. പക്ഷെ വാതിൽ തുറന്ന സമയത്ത് വാതിലിന് മുന്നിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്കൊരു സംശയം. ഞാൻ കേട്ടതാണല്ലോ സൗണ്ട്, ഇനി മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കിയാലോ എന്ന് കരുതി അവൾ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തുനിന്ന് കുറച്ച് നടക്കണം ഗേറ്റിലേക്ക്. അവൾ അങ്ങനെ ഗേറ്റിൻ്റെ അരികത്ത് ചെന്ന് നോക്കുമ്പോൾ ഗേറ്റ് ലോക്കാണ്. ആൾ വന്നിട്ടുണ്ടെങ്കിൽ ബൈക്ക് കാണേണ്ടതാണ്. ബൈക്കും കാണുന്നില്ല. അവൾക്ക് ആകെ ഒരു സംശയം. കനാലിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി എനിക്കങ്ങനെ തോന്നിയതാണോ? അല്ല, സൗണ്ട് ഞാൻ കേട്ടതാണ്. എന്തായാലും സംശയം തീർത്ത് കളയാമെന്ന് കരുതി ഫോൺ എടുക്കാനായി അവൾ വീട്ടിലേക്ക് പോകാൻ തിരിഞ്ഞതും അവളുടെ മുതുകത്ത് ശക്തമായ ഒരു അടിയേറ്റതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് വേച്ചു വീഴാൻ പോയി അവൾ കയറി പിടിച്ചത് ആ ഗേറ്റിലാണ്. തിരിഞ്ഞു നോക്കി അവൾ ആരെയും കണ്ടില്ല. എന്താ ഇപ്പോൾ സംഭവിച്ചത്? അവൾക്ക് മൊത്തത്തിലാകെ ഒരു ഭയം ഉള്ളിലേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് പേടി കൊണ്ട് അവൾ ഓടി അകത്ത് കയറി വാതിലടച്ചു. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. പുള്ളിക്കാരൻ ഫോൺ എടുത്തു. അവൾ കാര്യം പറഞ്ഞു. എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്തുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിരുന്നോ? തിരിച്ചു പോയതാണോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ കാര്യം? അവൾ സംഭവിച്ചത് എല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട ശേഷം പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ എത്താം. ഞാൻ എത്തിയ ശേഷം നിന്നെ മൊബൈലിലേക്ക് വിളിക്കാം. എൻ്റെ കോൾ വന്നതിന് ശേഷം നീ വാതിൽ തുറന്നാൽ മതി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഭർത്താവ് എത്തി. അവൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പുള്ളിയോട് വിശദീകരിച്ചു. ഇതെല്ലാം കേട്ട ശേഷം പുള്ളി പറഞ്ഞത്, നിൻ്റെ തോന്നലായിരിക്കാം. പക്ഷെ അപ്പോഴും അവൾ പറയുന്നുണ്ട്, ശരി, വിളിച്ചതിനി എൻ്റെ തോന്നലാണെങ്കിലും എൻ്റെ ശരീരത്തിലേറ്റ അടി, മുതുകിലെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അയാൾ അവളെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് ഈ സന്ധ്യ നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയത്? പ്രത്യേകിച്ചും ഒരു ഗർഭിണിയാണ്. അവൾ പറഞ്ഞു, ഞാൻ ആ സൗണ്ട് കേട്ടതാണ് എന്നെ വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നോക്കാനായിട്ട് ഇറങ്ങിയത്.
എന്തായാലും അയാൾ അവളെ താക്കീത് ചെയ്തു, ഇനി സന്ധ്യാസമയത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്നുള്ളത്. എന്നാലും അതൊരു ചോദ്യമായിട്ട് അവളുടെ ഉള്ളിൽ അവശേഷിച്ചു. എന്താണ് സംഭവിച്ചത്? പിന്നീട് ഈ കാര്യം അയൽപക്കത്തെ വീടുകളിൽ അറിഞ്ഞ ശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആ കനാലിൽ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ സന്ധ്യസമയമായാൽ ആരും ഒറ്റയ്ക്ക് ആ കനാലിൻ്റെ പരിസരത്തോ അതുവഴിയോ നടക്കാറില്ല. എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ട്, അത് തന്നെയാണ് കാരണം. അതുകൂടി കേട്ടപ്പോൾ അവൾക്ക് ആകെ ഭയമായി. അപ്പോൾ അന്ന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂടെ പറഞ്ഞു. അവളുടെ ശരീരത്തിൽ അടിയേറ്റ സമയത്ത് അവൾ കയറി പിടിച്ചത് ആ ഗേറ്റിലായിരുന്നു. ഗേറ്റാണെങ്കിൽ ഒരു പഴയ ഇരുമ്പിൻ്റെ ഗേറ്റായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. കാരണം പണ്ടത്തെ ആളുകൾ പറയുമല്ലോ, ഇരുമ്പിൽ കയറി പിടിച്ചാൽ അല്ലെങ്കിൽ ഇരുമ്പ് കയറിലുണ്ടെങ്കിൽ ദുഷ്ടശക്തികളൊന്നും നമ്മുടെ അടുത്ത് അടുക്കില്ല എന്നുള്ളത്. എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കണം അവൾക്കും കുഞ്ഞിന് ഒരാപത്തുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോഴും ആ ഒരു ചോദ്യം അവളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. എന്തായിരിക്കും അന്ന് സംഭവിച്ചത്? അറിയില്ല. എന്തായാലും ഇപ്പോൾ അവളും ഭർത്താവും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത്. അപ്പോൾ ചില ചോദ്യങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അത് എന്നും അവശേഷിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത കഥയുമായിട്ട് കാണാം. ബൈ.